Hi students. Last class നമ്മൾ functions of several variables define ചെയ്തു. A real valued function of several independent variables. അതിൻ്റെ domain range ഒക്കെ define ചെയ്തു. Two independent variablesൻ്റെ കേസിൽ രണ്ട് എക്സാമ്പിൾസും കണ്ടു. ഇനി 3 independent variablesൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സപ്പോസ് x1 x2 x3 എന്നുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് പകരം ഞാൻ അതിനെ നെയിം ചെയ്യണത് എക്സ് വൈ സെഡ് അങ്ങനെയാണ്. സോ എക്സും വൈ സെഡും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഡിപെൻഡൻറ്റ് വേരിയബിൾ ഡബ്ല്യു. സോ കൺസിഡർ ദ ഫംഗ്ഷൻ ഓഫ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു 1/x² + y² + z². അതിൻ്റെ ഡൊമെയിനും റേഞ്ചും കമ്പ്യൂട്ട് ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഡൊമെയിൻ? Recall. If the domain is not mentioned, then the domain is the largest possible subset of R3 or the space such that this mathematical expression makes sense. The mathematical expression sense ആവണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ നോൺ സീറോ ആവണം. And x² + y² + z² is non-zero if and only if x² is പോസിറ്റീവ് ഓർ y² is positive or z² is positive. ഏതെങ്കിലും എന്തെങ്കിലും പോസിറ്റീവ് ആവണം. നെഗറ്റീവ് ആവില്ല x². y² നെഗറ്റീവ് ആവില്ല, z² പോസിറ്റീവ് ആവില്ല. x², y², z² എല്ലാം നോൺ നെഗറ്റീവ് ആണ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ല എന്ന്. അപ്പോൾ സീറോ ആവാം, പോസിറ്റീവ് ആവാം. എല്ലാം കൂടി സീറോ ആവാണെന്ന് വിചാരിക്കുക. x² y² z² എല്ലാം കൂടി സീറോ ആവുകയാണെങ്കിൽ x² + y² + z² സീറോ ആവും. അപ്പോൾ ഡിനോമിനേറ്റർ സീറോ ആവും. അപ്പോൾ എല്ലാം കൂടി സീറോ ആവാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആവണം. സോ either x² is non-zero or y² is non-zero or z² is non-zero. That means either x is non-zero or y is non-zero or z is non-zero. Or in other words, the triplet x, y, z is different from 0, 0, 0. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമെയിൻ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ x, y, z such that triplet x, y, z is not equal to 0, 0, 0. അതാണ് ഡൊമെയിൻ. ഡൊമെയിൻ ഒരു സെറ്റാണ്. അപ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ഓൾ x, y, z അങ്ങനെ എഴുതണം. such that this condition is satisfied. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ റേഞ്ച്, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്, അതായത് ഓൾ പോസിബിൾ വാല്യൂസ്. ഇത് നെഗറ്റീവ് ആവുമോ? ഇല്ല. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഫ്രാക്ഷനും നോൺ നെഗറ്റീവ് ആണ്. ഇനി ഇത് സീറോ ആവുമോ? ഫ്രാക്ഷൻ പ്ലസ് സീറോ ആവുക. ന്യൂമറേറ്റർ സീറോ ആവുമ്പോൾ ന്യൂമറേറ്റർ സീറോ അല്ല, അപ്പോൾ ഫ്രാക്ഷൻ സീറോ അല്ല. അപ്പോൾ ഈ ഫ്രാക്ഷൻ നെഗറ്റീവും അല്ല, സീറോയും അല്ല. പിന്നെ പോസിറ്റീവ് ആവാം. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ x² + y² + z² വളരെ ചെറുതാണെങ്കിൽ 1/x² + y² + z² വളരെ ലാർജ് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ഹാവ് എനി ലാർജ് വാല്യൂ. w ക്യാൻ ഹാവ് എനി ലാർജ് വാല്യൂ. സോ എനി real number, any positive real number belongs to the range of this function w. അതുപോലെ x² + y² + z² വളരെ ലാർജ് ആവുകയാണെങ്കിൽ 1/x² + y² + z² വളരെ സ്മോൾ ആയിരിക്കും, അതായത് സീറോൻ്റെ അടുത്ത് കിടക്കും. സോ ദ റേഞ്ച് ഈസ് പ്രിസൈസ്ലി 0, ∞. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എക്സാമ്പിൾ w is equal to x, y, ln z. ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും എല്ലാം നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. ഡൊമെയിൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഡൊമെയിൻ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ x, y, z such that whatever condition you have got is satisfied. അങ്ങനെ എഴുതണം. അടുത്തത് 2-3 ഡെഫിനിഷൻസ് ആണ്. ഇന്റീരിയർ പോയിന്റിന്റെ ഡെഫിനിഷൻ, ഇന്റീരിയറിന്റെ ഡെഫിനിഷൻ, ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ.
So suppose you have a subset R of the xy plane and you have a point x0 y0 lying in that subset R. So a point x0 y0 in a region R in the xy plane. അപ്പോൾ ഞാൻ സെറ്റ് എടുത്തു, ആദ്യം പ്ലെയിൻ എടുത്തു, അതായത് എക്സ് വൈ പ്ലെയിൻ എടുത്തു, പിന്നെ അതിലൊരു സബ്സെറ്റ് എടുത്തു R, പിന്നെ അതിലൊരു പോയിന്റ് എടുത്തു x0 y0. This x0 y0 is said to be an interior point of R. ഇന്റീരിയർ പോയിന്റ് ആണ് എന്ന് പറയണമെങ്കിൽ വെറുതെ ആറിലൊരു പോയിന്റിനെ ഇന്റീരിയർ പോയിന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ്, ഞാൻ ഇപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്ത് കാണിക്കുന്ന ആ പോയിന്റ്, അതും ആറിലൊരു പോയിന്റ് ആണ്. പക്ഷെ അത് ആറിന്റെ വളരെ ഉള്ളിലല്ല കിടക്കുന്നത്. വളരെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റ്സിനെയാണ് ഇന്റീരിയർ പോയിന്റ്സ് എന്ന് പറയുക. അപ്പോൾ ഒരു പോയിന്റ് ആറിലുണ്ടായാൽ പോരാ, ആ പോയിന്റിന്റെ ഒരു ചുറ്റുപാടും കൂടിയും ആറിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പോയിന്റ്സുകളെയാണ് ഇന്റീരിയർ പോയിന്റ്സ് എന്ന് പറയാം. So x0 y0 is said to be an interior point if not only that point x0 y0 lies in R, but a surrounding or a disk centered at x0 y0 also lies entirely in R. In that case we say x0 y0 is an interior point of R. So interior point means a point that lies well inside R, in the sense not only that point lies in R, a disk centered at that point also lies completely in R. So such points are called interior points. Next we will define interior of a given set R. Interior of a given set R is by definition is the set of all interior points of R. You collect all interior points of R, the other points you leave. അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട, ഇന്റീരിയർ പോയിന്റ്സുകൾ മാത്രം കളക്ട് ചെയ്യുക. So it is called interior of R. And third definition, open set definition ആണ്. The subset R of the xy plane is said to be open if every point of R is an interior point of R. Every point of R is an interior point of R. ഇന്റീരിയർ പോയിന്റ്സുകൾ മാത്രമേ ആറിൽ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലാത്ത പോയിന്റ്സുകൾ ആറിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ സെറ്റുകളെയാണ് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Just think about it. അടുത്തത് വേറെ 3 ഡെഫിനിഷൻസ് ആണ്. ബൗണ്ടറി പോയിന്റ്, ബൗണ്ടറി ആൻഡ് ക്ലോസ്ഡ് സെറ്റ്. So again you take a subset R of the xy plane. So xy plane ആദ്യം എടുത്തു, അതിലൊരു സബ്സെറ്റ് എടുത്തു R, പിന്നെ x0 y0 എന്നുള്ള ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റ് ആറിലെ പോയിന്റ് ആവണമെന്നില്ല, അത് ആ പ്ലെയിനിലെ പോയിന്റ് ആയാൽ മതി. പ്രീവിയസ് സ്ലൈഡിലെ ഡെഫിനിഷനിൽ x0 y0 എന്നുള്ളത് ആറിലെ പോയിന്റ് ആവണം, എന്നാലും നമ്മൾ അത് ഇന്റീരിയർ പോയിന്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുള്ളൂ. ആദ്യം x0 y0 ആറിലെ പോയിന്റ് ആയാൽ മാത്രമേ അത് ഇന്റീരിയർ പോയിന്റ് ആണോ അല്ലേ എന്ന് പിന്നെ ചെക്ക് ചെയ്യുള്ളൂ പ്രീവിയസ് സ്ലൈഡിൽ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ x0 y0 എന്നുള്ളത് ആറിലെ പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല, പ്ലെയിനിലെ പോയിന്റ് ആണ്. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് സെഡ് ടു ബി ബൗണ്ടറി പോയിന്റ് ഓഫ് R if every disk, എത്ര ചെറിയ ഡിസ്ക് ആയിക്കോട്ടെ, every disk centered at x0 y0 contains points that lie outside of R. ആറിന് പുറത്തുള്ള പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യണം ആ ഡിസ്ക്, എത്ര ചെറിയ ഡിസ്ക് ആയിക്കോട്ടെ, as well as points that lie inside R. ഇൻസൈഡുള്ള പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യണം. അത്തരം പോയിന്റ്സിനെയാണ് നമ്മൾ ബൗണ്ടറി പോയിന്റ് എന്ന് വിളിക്കുക.
അപ്പോൾ ഒന്നുകൂടിയും പറയാം, ബൗണ്ടറി പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ you take in x0 y0 is said to be a boundary point of R if you take any disk centered at the point x0 y0, however small disk that may be, doesn't matter. It should contain points that lie outside R as well as points that lie inside R. അങ്ങനെയാണല്ലോ നമ്മുടെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഏതാ അയൽവക്കക്കാരുടെ ഏതാ വേലി, അതാണ് ആ ബൗണ്ടറി. അവിടെ ഒരു മരം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേര് നമ്മുടെ പറമ്പിലേക്കും വരും, അയൽവക്കക്കാരൻ്റെ പറമ്പിലേക്കും വരും. അത്തരം പോയിന്റ്സിനാണ് ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുക. അടുത്ത ഡെഫിനിഷൻ, ബൗണ്ടറി ഓഫ് R. It is defined as the set of all boundary points of R. അടുത്ത ഡെഫിനിഷൻ ക്ലോസ്ഡ് സെറ്റിന്റെ ഡെഫിനിഷൻ ആണ്. R is said to be closed if it contains all its boundary points. എല്ലാ ബൗണ്ടറി പോയിന്റിനെയും ആ സെറ്റ് കണ്ടെയ്ൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ബൗണ്ടറി പോയിന്റിനെയും വിടാതെ എല്ലാ ബൗണ്ടറി പോയിന്റിനെയും R കണ്ടെയ്ൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ R is said to be closed. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് ഇന്റീരിയർ പോയിന്റിന്റെ ഡെഫിനിഷൻ കണ്ടു, ഇന്റീരിയറിന്റെ ഡെഫിനിഷൻ കണ്ടു, ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ കണ്ടു പ്രീവിയസ് സ്ലൈഡിൽ. ഈ സ്ലൈഡിൽ എന്താണ് കണ്ടത്? അഗെയിൻ അനദർ 3 ഡെഫിനിഷൻസ്. ബൗണ്ടറി പോയിന്റിന്റെ ഡെഫിനിഷൻ, ബൗണ്ടറിയുടെ ഡെഫിനിഷൻ, ക്ലോസ്ഡ് സെറ്റിന്റെ ഡെഫിനിഷൻ. സോ യു ഹാവ് മെയിൻലി 2 types of sets, open sets and closed sets. ഇനി ഓപ്പണും ക്ലോസ്ഡും അല്ലാത്ത സെറ്റുകളും ഉണ്ട്. അതിനെക്കുറിച്ച് തൽക്കാലം ബോദർ ചെയ്യാൻ വരട്ടെ. ബിഫോർ ദാറ്റ് വിൽ ഗോ ടു സം എക്സാമ്പിൾസ്. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് S1 equal to set of all x comma y in R2 such that x square plus y square strictly less than 1. ഇവിടെ ഈക്വൽ ടു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് സുപരിചിതമായിട്ടുള്ള സർക്കിളാണ്. ഇത് ഈക്വൽ ടു 1 അല്ല, ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഡിസ്ക് ആണത്. ആ ബൗണ്ടറി വരില്ല. ഡിസ്ക് സെൻറ്റേഡ് അറ്റ് 0 0 ആൻഡ് റേഡിയസ് 1 വിത്തൗട്ട് ദാറ്റ് ബൗണ്ടറി. അതിന് നമ്മൾ ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് എന്നാണ് വിളിക്കുക. ഇതൊരു ഓപ്പൺ സെറ്റാണ്. സെറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ recall definition, set is said to be open if every point is an interior point. അപ്പോൾ നമ്മൾ ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു. ഓപ്പൺ യൂണിറ്റ് ഡിസ്കിൽ ഒരു ആർബിട്രറി പോയിന്റ് x0 y0 ചൂസ് ചെയ്യണമെങ്കിൽ അത് സെൻറ്ററായിട്ട് നമുക്കൊരു ചെറിയ ഡിസ്ക് വരയ്ക്കാൻ സാധിക്കും. ദാറ്റ് സ്മോൾ ഡിസ്ക് ലൈസ് ഇൻസൈഡ് ദാറ്റ് disk of radius less than 1 centered at the origin, namely S1. So S1 is an example of an open set because every point is an interior point. അടുത്ത എക്സാമ്പിൾ യൂണിറ്റ് സർക്കിൾ. അവിടെ ഡിസ്ക് അല്ല, സർക്കിൾ ആണത്, ഉൾഭാഗമില്ല. ഈ സെറ്റ് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നൊക്കെ നോക്കണം. ആദ്യം ക്ലോസ്ഡ് ആണോ നോക്കാം. S2 equal to set of x y such that x square plus y square is equal to 1. Boundary of the unit disk. What are the boundary points? അപ്പോൾ നമ്മൾ S1 എന്നുള്ള യൂണിറ്റ് സർക്കിൾ എടുത്തു, S2 here S2 യൂണിറ്റ് സർക്കിൾ എടുത്തു, അതിലൊരു പോയിന്റ് എടുത്തു, let us say 1,0 എന്നുള്ള പോയിന്റ് എടുത്തു. അത് ബൗണ്ടറി പോയിന്റ് ആണോ നോക്കണം. അപ്പോൾ ആ പോയിന്റ് സെൻറ്ററായിട്ട് വരുന്ന ഏത് ഡിസ്ക് ചൂസ് ചെയ്താലും അതിൽ ആ സെറ്റിലെ പോയിന്റ് ഉണ്ടാവണം, R എന്നുള്ള സെറ്റിലെ പോയിന്റ് ഉണ്ടാവണം, ആ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൽ, അതായത് സെറ്റിൻ്റെ ഔട്ട് സൈഡിലുള്ള പോയിന്റ്സ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് യൂണിറ്റ് സർക്കിൾ എടുത്തു, അതിൽ 10 എന്നുള്ള പോയിന്റ് എടുത്തു, അതിനെ സെൻറ്റർ ആക്കിയിട്ട് എത്ര ചെറിയ ഡിസ്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ യൂണിറ്റ് സർക്കിളിലെ പോയിന്റ്സും ഉണ്ടാവും, സർക്കിളിന് പുറത്തുള്ള പോയിന്റ്സും ഉണ്ടാവും.
So 1 0 is a boundary point. Similarly 0 1, minus 1 0, 0 minus 1, or in general every point of S2 is a boundary point of S2. ഇത് മാത്രമേ ബൗണ്ടറി പോയിന്റ്സ് ആയിട്ടുള്ളൂ. സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ബൗണ്ടറി പോയിന്റ് അല്ല, സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ്സ് ബൗണ്ടറി പോയിന്റ്സ് അല്ല, സർക്കിളിലുള്ള പോയിന്റ്സുകൾ മാത്രമേ ബൗണ്ടറി പോയിന്റ്സ് ആയിട്ടുള്ളൂ. സോ ഇറ്റ് കണ്ടെയ്ൻസ്, this set contains all its boundary points and therefore it is closed. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, S3 is equal to set of all x comma y such that x square plus y square less than or equal to 1. ഇവിടെ ഡിസ്ക് പിന്നെ അതിൻ്റെ ബൗണ്ടറി രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിസ്ക് സെൻറ്റേഡ് അറ്റ് ഓറിജിൻ റേഡിയസ് 1, അതിൻ്റെ ബൗണ്ടറി കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതിനെ നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ഡിസ്ക് എന്നാണ് വിളിക്കുക. ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് ഏതാ വരിക നോക്കണം. ബൗണ്ടറി പോയിന്റ്സ് പ്രിസൈസ്ലി ഈ S2 എന്നുള്ള സെറ്റാണ് വരിക. കാരണം ആ ക്ലോസ്ഡ് ഡിസ്കിൻ്റെ ഫോർ എക്സാമ്പിൾ 1 0 എന്നുള്ള പോയിന്റ് എടുക്കാം. അത് സെൻറ്ററായിട്ട് ഒരു ചെറിയ ഡിസ്ക്, എത്ര ചെറിയ ഡിസ്ക് ആയിക്കോട്ടെ വരച്ചു കഴിഞ്ഞാലും അത് S3യിലെ പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യും, S3യുടെ പുറത്തുള്ള പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യും. സോ 1 0 എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി പോയിന്റ് ആണ്. അതുപോലെ 0 1 ബൗണ്ടറി പോയിന്റ് ആണ്, -1 0 ബൗണ്ടറി പോയിന്റ് ആണ്, 0 -1 ബൗണ്ടറി പോയിന്റ് ആണ്. ഇൻ ജനറൽ എവരി പോയിന്റ് x comma y such that x square plus y square equal to 1 is a boundary point. ഈ S3യുടെ ആ ഡിസ്കിന്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റ്സ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ബൗണ്ടറി പോയിന്റ്സ് അല്ല. കാരണം ഇഫ് യു ടേക്ക് എനി പോയിന്റ് x0 y0 ഇൻസൈഡ് S3, അതായത് x0 സ്ക്വയർ പ്ലസ് y0 സ്ക്വയർ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു പോയിന്റ് x0 y0 ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ ഡിസ്ക് സെൻറ്റേഡ് അറ്റ് x0 y0, the radius small enough such that that disk lies only inside S3. It will not contain any point outside S3. അതുകൊണ്ട് S3 എന്നുള്ളത് അതുകൊണ്ട് ഇൻസൈഡ് കിടക്കുന്ന പോയിന്റ്സ് ഒന്നും ബൗണ്ടറി പോയിന്റ്സ് അല്ല. സിമിലർലി സിമിലർ ആർഗ്യുമെന്റ് ഷോസ് ദാറ്റ് ഔട്ട്സൈഡ് കിടക്കുന്ന പോയിന്റ്സുകളൊന്നും ബൗണ്ടറി പോയിന്റ്സ് അല്ല. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിസൈസ്ലി നിങ്ങൾക്ക് ഈ S2 കിട്ടും. S3യുടെ ബൗണ്ടറി S2 ആയിട്ട് കിട്ടും. And S2 contains all its boundary points, and therefore by definition of a closed set, S3 is closed. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, ഹോൾ പ്ലെയിൻ. ഇത് ഓപ്പൺ ആണോ നോക്കാം. ആദ്യം ഓപ്പൺ ആണോ നോക്കാൻ എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആവണം. അപ്പോൾ നമുക്കൊരു ആർബിട്രറി പോയിന്റ് എടുക്കാം. അത് പ്ലെയിൻ്റെ ഇന്റീരിയർ പോയിന്റ് ആണോ നോക്കാൻ ആ പോയിന്റ് സെൻറ്ററായിട്ട് ഒരു ഡിസ്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. That lies entirely inside this plane, and that is the case. Every disk will lie entirely inside the plane. So ആ പോയിന്റ് ഇന്റീരിയർ പോയിന്റ് ആണ്. So every point of the plane is an interior point, and therefore the plane is open. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പ്ലെയിൻ ക്ലോസ്ഡ് ആണോ നോക്കാം. പ്ലെയിൻ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഷുഡ് കണ്ടെയ്ൻ all its boundary points. Plane should contain all its boundary points. So let us look at what are the boundary points of the plane. നമുക്ക് പ്ലെയിനിൽ ഒരു ആർബിട്രറി പോയിന്റ് x0 y0 ചൂസ് ചെയ്യാം. അത് ബൗണ്ടറി പോയിന്റ് ആണോ എന്ന് നോക്കണം. അത് ബൗണ്ടറി പോയിന്റ് ആണോ നോക്കാൻ അത് സെൻറ്ററായിട്ട് ഏത് ഡിസ്ക് എടുത്തു കഴിഞ്ഞാലും, എത്ര ചെറിയ റേഡിയസ് ഉള്ള ഡിസ്ക് എടുത്തു കഴിഞ്ഞാലും ആ ഡിസ്ക്
പ്ലെയിനിലെ പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യണം, പ്ലെയിനിന്റെ പുറത്തുള്ള പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യണം. പ്ലെയിനിലെ പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യും ആ ഡിസ്ക്, ഓഫ് കോഴ്സ്, ബിക്കോസ് ദാറ്റ് ലൈസ് ഇൻസൈഡ് ദാറ്റ് പ്ലെയിൻ ഇറ്റ്സെൽഫ്. പ്ലെയിനിലെ പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യും. പ്ലെയിനിന്റെ പുറത്തുള്ള പോയിന്റ്സിനെ അതിനെ കണ്ടെയ്ൻ ചെയ്യാം. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് തന്നെ പ്ലെയിൻ ആണ്. അപ്പോൾ പ്ലെയിനിന്റെ പുറത്തുള്ള പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല ആ ഡിസ്കിന്. അപ്പോൾ നമ്മുടെ ആർബിട്രറി പോയിന്റ് x0 y0 എന്നുള്ളത് ബൗണ്ടറി പോയിന്റ് അല്ല. ബൗണ്ടറി പോയിന്റ് അല്ല. So no point in the plane is a boundary point of the plane. So boundary of the plane is empty set. Boundary of the plane is empty set. And plane contains that empty set. Plane contains its boundary. Plane contains its boundary. What is the boundary? Empty set. Plane contains empty set. Therefore, by definition, plane is closed. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Think over it. Thank you.